എല്ലാവർക്കും നമസ്കാരം. രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇത് ഇന്നലെ ഓൺലൈനിൽ വാങ്ങിച്ചത് കേട്ടോ. മാന്തൾ മുള്ളൻ. ഇത് മുള്ളൻ ഉണക്കമീനാണ്. അപ്പോൾ ഇത് വറുക്കാനാണ്. ഇത് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ കുറച്ചൊരു 5-6 ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാൽ നല്ല ടേസ്റ്റായിരിക്കും. എനിക്കങ്ങനെയാണ് ഇഷ്ടം. ഇതിൽ വറുക്കാനുള്ളതിൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. വേറെ വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് വറുക്കാം. നമുക്ക് മുളക് ഇതിൽ പരട്ടി വയ്ക്കുക. വറുക്കത്ത് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വറുക്കുക. വെള്ളം വേണം ഇത്. ഇത് പിന്നെ സാമ്പാറുണ്ട്. ഉച്ചയ്ക്ക് നമ്മുടെ മെനു എന്ന് പറയുന്നത് സാമ്പാർ, പിന്നെ പയറും വലിയ പയറും കുറച്ചത് കുമ്പളങ്ങയാണിത്. കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടിയിട്ട് വേവിച്ചിട്ട് ഞങ്ങളൊക്കെ പറയാം മിളകൂഷ്യം. ഇത്തിരി കരുവേപ്പില ഇടും, വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല ടേസ്റ്റായിരിക്കും. അതാണ് ഇന്നത്തെ. പിന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട്. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ. കാരണം നാളെ ഞാൻ ഗുരുവായൂർക്ക് പോകും. വൈശാഖ മാസമല്ലേ, അപ്പോൾ ഗുരുവായൂർക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ചെറിയ തോതിലൊക്കെ ഉള്ളൂ. ഓൻ തുടങ്ങിയിട്ട് കുറയ്ക്കും. ഓക്കെ. ഇത് കാളാഞ്ചി എന്നുള്ള പച്ചമീനാണ് കേട്ടോ. അത് ഞാൻ വറുത്ത് ഇതിൽ പിന്നെ മുളകിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കറി ഉണ്ട്. പിന്നെ ഇതാ മുള്ളൻ, മുള്ളനെല്ലാം വറുത്തു. പിന്നെ മുളകൂഷ്യം, പയറ്, കുമ്പളങ്ങ. മുളകൂഷ്യം എന്ന് പറഞ്ഞാൽ അത് വെറുതെ പച്ചമുളക് ഇട്ട് വേവിച്ചു. പിന്നെ ഒരിത്തിരി കരുവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാതിരുന്നത്, എളുപ്പമല്ലേ. പിന്നെ ഇത്രയാണ് ഞാനിന്ന് ചെയ്തത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.